ഹായ്, ഇന്ന് നമ്മൾ പറയുന്നത് പാസീവ് ഇൻകത്തിനെ പറ്റിയാണ്. പാസീവ് ഇൻകം പറയുമ്പോൾ നമ്മൾ ആക്റ്റീവ് ഇൻകത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്ത് അതിന് പ്രൊപ്പോർഷനായിട്ട് സാലറി അല്ലെങ്കിൽ അതിന് ബിസിനസ് റേഷ്യോ അനുസരിച്ച് നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകത്തെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം പാസീവ് ഇൻകം. പാസീവ് ഇൻകം നമ്മളെ എഫേർട്ട് അല്ലെങ്കിൽ സ്കിൽ അല്ലെങ്കിൽ നമ്മളെ കഴിവ് അതിനനുസരിച്ച് നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിനെയാണ് പാസീവ് ഇൻകം. നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ഇൻകമാണ് പാസീവ് ഇൻകം. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് പല രൂപത്തിൽ അത് ഏൺ ചെയ്യാൻ പറ്റും. വ്യത്യസ്ത രൂപത്തിലുള്ള പാസീവ് ഇൻകം നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ ബുക്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിൽ ഉപയോഗിച്ച് നമ്മൾ ഈ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്ത് ആമസോൺ പോലത്തെ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ സ്കില്ലുകൾ ഉപയോഗിച്ച് വീഡിയോ ലൈബ്രറികൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കോസേറ, യുഡമി എന്ന പോലത്തെ പ്ലാറ്റ്ഫോമുകളും സെല്ല് ചെയ്ത് നല്ല വരുമാനം നേടാം. അതുപോലെ തന്നെ അടുത്തതാണ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് അനുസരിച്ച് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് നമുക്ക് പാസീവ് ഇൻകമായി കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ അവരെ കമ്പനികളിൽ നിന്നും ഇയർലി മന്ത്ലി ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പാസീവ് ഇൻകമായി കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പലരും ലിങ്കുകൾ അയച്ചു തന്നത് കണ്ടിട്ടുണ്ടാകും. അതുവഴി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആ കമ്പനി ആ ലിങ്ക് തന്ന ആൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻകത്തെയാണ് നമ്മൾ പാസീവ് ഇൻകം ആയി കണക്കാക്കുന്നത്, അഫിലിയേറ്റഡ് പാസീവ് ഇൻകം. തന്നെ അടുത്തത് വരുന്നത് റെൻ്റൽ ഇൻകം. നമ്മളൊരു വീട് അല്ലെങ്കിൽ ബിൽഡിങ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന റെൻറ്റുകൾ ആണ് ഇതിൽ പാസീവ് ഇൻകമായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായി വരുന്നത് ഓട്ടോമേറ്റഡ് ഇ കൊമേഴ്സ് ബിസിനസ്. അത് നമ്മുടെ നിലവിലുള്ള ഇ കൊമേഴ്സ് ബിസിനസ്സുകൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എറ്റ്സി, ഷോപ്പിഫൈ എന്ന പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നമുക്കത് ഓട്ടോമേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.